ഇനിയിപ്പോൾ EVM പഴിക്കാൻ വല്ല മാർഗമുണ്ടോ? ഇതിലെ രസകരമായ ഒരു കാര്യം എന്താണ്, ഇവർ കരുതി വെച്ചിരുന്നു. ഇപ്പോൾ വോട്ടെടുപ്പ് തലേന്ന് ഇന്ത്യ മുന്നണി കൂടുന്നു. പക്ഷെ നമ്മൾ മുഴങ്ങി കേട്ടത് EVM വോട്ടിംഗ് മെഷീൻ സുപ്രീം കോടതി വരെ ആവർത്തിച്ച് പറഞ്ഞതാണ് ഇതിൽ പ്രശ്നങ്ങളില്ല. പക്ഷെ എന്നിട്ട് ഇവർ കേൾക്കുന്നില്ലായിരുന്നു. ഇനി അവരെന്ത് പറയും? അപ്പോൾ ഈ സന്തോഷത്തിനിടയിലും ഇവർ നേരത്തെ പറഞ്ഞിരുന്നതൊക്കെ പൊള്ളയാകുന്നു എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരികയാണ്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ഒരുപക്ഷെ ഇന്ത്യ സഖ്യം ഭരണത്തിലേറുന്നു എന്ന് തന്നെ കരുതുക. പക്ഷെ അപ്പോൾ ആൾക്കാരെ പറ്റിക്കാനായിട്ട് ഇവർ നേരത്തെ ശ്രമിച്ചിരുന്നു എന്നുള്ളത് അത് പൊള്ളയ കാര്യങ്ങളാണ് വിളിച്ച് പറഞ്ഞത്. ഇനി EVM വരെ നിങ്ങൾ എങ്ങനെ കുറ്റം പറയും? അതെ, കേരളത്തിൽ സാഹചര്യം മാറ്റി നിർത്താം. നമുക്ക് സ്വാഭാവികമായിട്ടും ഇത് ഏതാണ്ട് നമുക്ക് അറിയാമായിരുന്നു. ഉത്തർപ്രദേശ് ഉൾപ്പെടെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി അമേഠിയിൽ മിക്കവാറും പല ഭാഗങ്ങളിലും ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷിക്കാത്ത, അവർ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ള സത്യമാണ്. ഇപ്പോൾ അവർ ഞങ്ങൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരുന്നു, ഞങ്ങൾക്ക് സ്പെഷ്യൽ എക്സിറ്റ് പോൾസ് നമ്മൾ നടത്തിയിരുന്നു എന്നൊക്കെ പറയാം. പക്ഷേ എന്നിരുന്നാൽ പിന്നെ അങ്ങനെയാണ് എങ്കിൽ പിന്നെ അവർ ഈ വാദം എങ്ങനെ ഉയർത്തി എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഇവർക്ക് വാസ്തവത്തിൽ അപ്പോൾ അതാണ് ഇവരുടെ മുഖ്യ പ്രശ്നം. അതിനാണ് നമ്മൾ വീണ്ടും അത് ആവർത്തിക്കുകയാണ്. ഈ മുന്നണിക്ക് ഒരു 6 മാസത്തെ അല്ലെങ്കിൽ 3 മാസത്തെ ലോക്സഭാ ഇലക്ഷനാണ്. അതിനെങ്ങനെ പെരുമാറണമെന്ന് ഇപ്പോഴും അവർ തിരിച്ചറിയുന്നില്ല എന്നുള്ളതിൻ്റെ പിന്നെ ജനം മനസ്സിൽ കരുതിയിട്ടുണ്ടാവും ഇങ്ങനെ ആയിരിക്കും കാര്യങ്ങൾ പോക്കുന്നത്. ആ ജനത്തിൻ്റെ വോട്ടാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ ഇവർ ഇത് ഊഹിച്ച് പറഞ്ഞതായിരിക്കാനാണ് കൂടുതൽ സാധ്യത. ഇല്ലെങ്കിൽ EVM ഇനി അവർക്ക് മിണ്ടാൻ കഴിയില്ല. ഇനി മറ്റൊന്ന്, ഈ എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതുപോലെ ഒരു വലിയ മുന്നേറ്റത്തിലേക്ക് പോകുന്നില്ല എങ്കിലും ഭരണത്തിലെത്തും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല, ഭരണത്തിലെത്തിയേക്കും. അപ്പോൾ ഈ എക്സിറ്റ് പോളുകളെയൊക്കെ നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് കൂടെ അല്ലേ? നേരത്തെ പറഞ്ഞിരുന്നില്ല, എക്സിറ്റ് പോൾസ് എന്ന് പറയുന്നതിൻ്റെ ശാസ്ത്രീയതയെ നമ്മൾ പലപ്പോഴും ചോദ്യം ചെയ്തിരുന്നു. ചോദ്യം ചെയ്തതിന് കാണാമെന്ന് പറയുന്നത് ഇപ്പോൾ 1 ലക്ഷം പേരെ എടുക്കുമ്പോൾ അതിൽ ഇത്ര ശതമാനം ആൾക്കാരത്ത് എങ്ങനെ എടുക്കണം അതൊന്നും ഇവർ നോക്കിയിട്ടുണ്ടാവില്ല. സ്വാഭാവികമായിട്ടും അതൊക്കെ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ മലയാളത്തിലെ ചാനലുകളൊക്കെ തന്നെ ഇത്തരം പോൾസിന് മുതിർന്നില്ല. വാസ്തവത്തിൽ നാഷണൽ ചാനൽസൊക്കെ മുതിർന്നു, അവർ പൈസ ഇറക്കി ചെയ്യുന്നതാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷെ അപ്പോഴും നമ്മുടെ ഇവിടുത്തെ നിരീക്ഷകരും കാര്യങ്ങളും എല്ലാം ഉറപ്പായും പറയുന്നുണ്ടായിരുന്നു ഇതൊരു അന്ത്യമായ വാക്കല്ല. പക്ഷെ എങ്കിൽ കൂടിയും ഏതാണ്ടൊക്കെ കാണാൻ പറ്റും. പക്ഷെ ഇതിപ്പോൾ എക്സിറ്റ് പോൾസ് പലതും തെറ്റുകയാണ്, വിശേഷിച്ച് യു പിയിൽ എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിച്ചതിന് വിരുദ്ധമായിട്ടാണ് അവിടെ സംഭവിക്കുന്നത്. അതേസമയം ബീഹാറിൽ നേരെ തിരിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇതൊക്കെ തെറ്റിപ്പോള. ഇതിൽ രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ദേശീയ കേരളത്തിൽ നിന്നും നമ്മുടെ കോൺഗ്രസ് നിലവിലുള്ള MP-മാരെല്ലാം മത്സരിക്കട്ടെ എന്നൊരു തീരുമാനമാണ് ഈ AICC എടുത്തത്. അപ്പോൾ ഇവരും കരുതിയിരുന്നത് എന്താണ്? ഇന്ത്യ മുന്നണിക്ക് ഒരു ചാൻസും ഇല്ല, ഇന്ത്യ മുന്നണിയേ ഇല്ല, ചാൻസും ഇല്ല, BJP തന്നെയായിരിക്കും അധികാരത്തിൽ വരിക, നരേന്ദ്രമോദിയുടെ അപ്രമാദിത്വമായിരിക്കും എന്നൊക്കെ കരുതിയിട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒന്നുകൂടി മത്സരിക്കാൻ ചിലർക്ക് ആരോഗ്യ പ്രശ്നം, ചിലർക്ക് വയറുവേദന, പല തലവേദന, ഇതൊക്കെ പറഞ്ഞിട്ട് ഒഴിയുന്നവരാണ്. മത്സരിക്കാൻ തന്നെ ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. മത്സരിക്കാൻ ആർക്കും താല്പര്യമില്ല, അസംബ്ലി മത്സരിച്ചാൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ അത് നമ്മൾ പേരെന്ന് പറയേണ്ട കാര്യമില്ല. പലരും ഒരു 6 പേര് വളരെ ഉറപ്പായും പറഞ്ഞത് ഞങ്ങളെ ഇനി അങ്ങോട്ട് വിടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, മതിയായി എന്ന് പറഞ്ഞു. ഇനി നമുക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക്. അപ്പോൾ അവിടെ ഇവർ കണ്ടത് എന്താണ്? അപ്പോഴും ഇതൊക്കെയാണ് നമ്മുടെ ഒരു മനസ്സ് വെളിപ്പെടുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലാന്ന് ഇവർക്ക് അറിയാമായിരുന്നു. ഇപ്പോൾ അതേ വായിൽ തന്നെ നമ്മൾ കേൾക്കുന്നു ഇത് ഞങ്ങൾ ഈ വിജയം ഉറപ്പിച്ചിരുന്നതാണ്, നമ്മൾ തന്നെ അത് വിശ്വസിക്കും. അപ്പോൾ ജനത്തിനിടയിൽ ഒരു കൺഫ്യൂഷൻ ഇവർ തന്നെ, ഈ നേതാക്കൾ തന്നെ ഇടുന്നുള്ളതാണ്. ഇപ്പോൾ നേരെ തിരിച്ച് സീറ്റ് ഒഴിഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നുള്ള ഇപ്പോൾ ചിന്ത വരുന്നതാണ്. അപ്പോൾ ഇത് സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടല്ല വാസ്തവത്തിൽ, അങ്ങനെയാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. പക്ഷേ എപ്പോഴും നമുക്കൊരു അഭിപ്രായ ഒരു ഉറപ്പ് ഇവർക്കില്ല. ഞാൻ ഇന്ന ഒരു കാഴ്ചപ്പാടാണ് മുന്നോട്ട്, അത് ഇവർക്ക് പലപ്പോഴും നമുക്ക് കാണുന്നില്ല. അത് തന്നെയാണ് നമ്മുടെ EVM വിഷയത്തിലും നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിന് ഇതുപോലെ തന്നെയാണ് ഇന്ത്യയിൽ എല്ലാ ഭാഗത്തും ഉണ്ടാകുന്നത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അമേഠിയിലെ ഭൂരിപക്ഷം ആരും പ്രതീക്ഷിക്കാത്ത ഭൂരിപക്ഷമാണ്. അപ്പോൾ ഒരു നമ്മൾ കുടുംബ പാർട്ടി എന്നൊക്കെ പറഞ്ഞൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ഒരു മുദ്രാവാക്യം പോലുന്നത്? ചിലർ പറയുന്നു അതൊരു ജനാധിപത്യ വിരുദ്ധമായ മുദ്രാവാക്യമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും കോൺഗ്രസിനെ ഇപ്പോഴും BJPക്ക് പേടിയുണ്ട്. അതിപ്പോൾ CPM-കാർ പറയുന്നത് ഒരു തരിമതി എന്ന് പറഞ്ഞ പോലെ. പക്ഷെ കോൺഗ്രസ്സിന് ഇപ്പോഴും ആ കുടുംബത്തിന് ഒരു ഇന്ത്യയുടെ ഒരു പ്രസക്തി ഉണ്ട് അതിനകത്ത്. നമ്മൾ എന്തുമാത്രം തേച്ചു മാച്ച് കളയാൻ ശ്രമിച്ചാലും അത് അവർ തന്നെ കളഞ്ഞ് കുളിച്ചതാണ് വാസ്തവത്തിൽ. ആ പേരും പെരുമയും കളഞ്ഞു കുളിച്ചത് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ തന്നെയാണ്. അപ്പോൾ അത് കൃത്യമായി അറിയാവുന്ന ആളാണ് മോദി അല്ലെങ്കിൽ BJP. അതുകൊണ്ടാണ് അവർ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം എടുത്ത് ഇത് അല്പമെങ്കിലും കിടന്നാൽ
ഇത് പ്രശ്നമാണെന്ന്. അതുകൊണ്ടാണ് സ്ഥാപനങ്ങളുടെ പേരിൽ നിന്ന് വരുന്ന മാറ്റി ഓരോന്നോരോന്നിട്ട് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇപ്പോൾ വാസ്തവത്തിൽ നമ്മുടെ പിന്നെ അമേഠിയിൽ നോക്കിക്കഴിഞ്ഞാൽ കിഷോർ ലാൽ ശർമ്മ എത്ര വിനീത വിധേയനായി നിന്നുകൊണ്ട് 40 വർഷം മറ്റ് കുടുംബത്തിന് വേണ്ടി, നെഹ്റു ഫാമിലിക്ക് വേണ്ടി അവിടുത്തെ കാര്യങ്ങൾ നോക്കി നിർത്തിയിരുന്ന ആളാണ്. അത് എനിക്ക് തോന്നുന്നു അവിടുത്തെ എല്ലാ ആൾക്കാർക്കും ഈ പേരറിയാം, ഈ വ്യക്തി അറിയാം. അതുകൊണ്ടാണ് വാസ്തവത്തിൽ സ്മൃതി ഇറാനിക്ക് ഉണ്ടായിരുന്ന ഒരു മേൽക്കായ്മ പൊടുന്നനായി മാറി പറഞ്ഞത്. ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി ആയിരുന്നെങ്കിൽ കൂടി ഇത്ര ഉണ്ടാവില്ലെന്ന് ഞാൻ രാഹുൽ ഗാന്ധി ആണെങ്കിലും ഉണ്ടാകാൻ വഴിയില്ല. അപ്പോൾ ഈ മനുഷ്യനെ പേഴ്സണലി അവിടുത്തെ ആൾക്കാർക്ക് വളരെ ഭംഗിയായിട്ട് ഇത്രയും കൊല്ലങ്ങളായി തലമുറകളോടൊപ്പം നിന്ന് പിന്നെ ആ കുടുംബത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നോക്കി വരികയാണ്. ഇത് പാവപ്പെട്ട അമേഠിയിലെ സാധാരണക്കാരനായ വോട്ടുകാർക്കറിയാം. ആ സാധാരണക്കാരൻ്റെ മനസ്സ് പിന്നെ പെട്ടെന്ന് വായിച്ചെടുക്കാൻ കോൺഗ്രസിന് ഒരുപക്ഷെ കഴിഞ്ഞിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയെ പോലും നിർത്തി സ്വാഭാവികമായിട്ട് പറഞ്ഞാൽ മോദി വീണ്ടും തിരിച്ചു പറയും ഇത് കുടുംബത്തിൻ്റെ എന്ന് പറഞ്ഞാൽ. പക്ഷെ എന്തായാലും ഈ പിന്നെ ആ രക്തത്തിൽ അതില്ലല്ലോ. അപ്പോൾ മറ്റൊന്ന് എസ് പിയുടെ വോട്ടും കൃത്യമായി കോൺഗ്രസ് എസ് പിക്ക് വോട്ട് ചെയ്തു. സാധാരണ അലയൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ അണികൾ വോട്ട് ചെയ്യത്തില്ല, നേതാക്കന്മാർ തമ്മിലുള്ള ചെറിയ വിട്ടുവീഴ്ച എല്ലാവരും ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ഇപ്പം തന്നെ ആം ആദ്മി പാർട്ടി പിന്നെ ഡൽഹിയിൽ വിട്ടുകൊടുത്തു. അവിടെ എന്തായാലും നമുക്ക് ഇപ്പോൾ കണക്കുകൾ കൃത്യമായിട്ട് കാണുന്നില്ല. പക്ഷേ പല ഇടത്തും BJP ആണ് മുന്നിൽ നിൽക്കുന്നത് നിലവിൽ. അതെ, നമ്മുടെ പിന്നെ കാഴ്ചപ്പാടിൽ നമ്മളത് പറഞ്ഞിരുന്നു. 7 പെട്ടെന്ന് മറിക്കാൻ സാധ്യതയില്ലാത്ത ഇടങ്ങളായിരുന്നു ഡൽഹിയിൽ. പക്ഷേ ബാക്കിയുള്ളിടത്തും BJP നമുക്ക് പിന്നെ പ്രതീക്ഷിച്ച പോലെ ബംഗാളി കയറി വരുന്നില്ല. തൃണമൂൽ തന്നെയാണ് അവിടെ ഇപ്പോഴും ഉള്ളത്. പുറത്തൊന്നും പോകാതെ മമത അവിടെ തന്നെ നിന്ന് ചുറ്റിക്കറങ്ങിയതിൻ്റെ ഒരു സംഭവം അവർക്ക് അപകടം അറിയാമെന്നുള്ളത്. നല്ല രാഷ്ട്രീയക്കാരിയാണ് അവർ, അതുകൊണ്ട് അത് മനസ്സിലാക്കിയത്. പിന്നെ ബീഹാറിൽ കയറി വരുന്നുണ്ട്, പിന്നെ ഒഡീസയിൽ കയറി വരുന്നുണ്ട്, തെലങ്കാനയിൽ കയറി വരുന്നുണ്ട്. പക്ഷെ പലയിടങ്ങളിലും BJPക്ക് അടി തെറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ നിലവാരം വെച്ച് നോക്കുമ്പോൾ 58 സീറ്റ് അവർക്ക് BJPക്ക് മാത്രം അവർ കുറഞ്ഞാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. കാര്യമായി ലീഡ് ചെയ്യുന്നുണ്ട്, ഒഡീഷയിൽ ലീഡ് ചെയ്യുന്നുണ്ട്. അവിടെ സംഭവമായിട്ട് അങ്ങനെയാണ്. പിന്നെ ഈ കോൺഗ്രസ് കഴിഞ്ഞ തവണത്തിനെക്കാട്ടി നല്ല കയറ്റമാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. വളരെ നല്ല കയറ്റമാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ജീവശ്വാസം വീണു. അല്ല, ഇത് പിന്നെ സാധാരണഗതിയിൽ ഇന്ത്യയിൽ ആർക്കും അറിയുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള ഒരു സംഭവം സ്ലോഗൻ ഉയർത്തിയത് തന്നെ ഇതിനെ അപ്പാടെ തുടച്ച് നീക്കാതെ BJPക്ക്, അല്ലാതെ CPMന്റെ പിന്നെ വേറേറ്റ് പോകുന്നവർക്ക് വലിയ വിഷയമല്ല. CPM അതിനൊക്കെ നാട് മുഴുവൻ വ്യാപിച്ചിട്ടില്ല. എപ്പോഴും ഏതവസരത്തിലും കത്തിപ്പറന്ന് കയറാൻ കഴിയുന്നത് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വികാരത്തിന് മാത്രമാണ്. അത് ഒരുപക്ഷെ ആ കുടുംബത്തിൻ്റെ സംഭവം കൊണ്ട് തന്നെ ആയിരിക്കാം. അപ്പോൾ അത് ഭയന്നിട്ടാണ് വാസ്തവത്തിൽ BJP അങ്ങനെ സംഭവത്തിൽ ഉയർന്നു വെച്ചത്. പക്ഷേ പിന്നെ ഈ നമ്മുടെ അധികാരവും അഹങ്കാരവും പിന്നെ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. അത് ആർക്കും എപ്പോഴും ഉണ്ടാകാം. അതിപ്പോൾ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. ഒരു പതനം എപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അമിതമായ ആത്മവിശ്വാസം അത് അഹങ്കാരമായി മാറാൻ സാധിക്കും. ആ അഹങ്കാരം സ്വാഭാവികമായിട്ടും ഈ അധികാരത്തിൽ നിന്ന് അവരെ മാറ്റിയെടുക്കാനുള്ള ഇതാണ് പിന്നെ രാഷ്ട്രീയത്തിൻ്റെ കഥകൾ. പിന്നെ മുൻകാല ചെയ്തികൾ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് ഒടുവിൽ BJPക്കും വിനയായി മാറുന്നതാണ് അമിതമായ ആത്മവിശ്വാസം, പിന്നെ അധികാരത്തിൻ്റെ ഒരു അഹങ്കാരം. ഡൽഹിയിൽ 7 സീറ്റിലും BJPക്ക് ലീഡാണ്. അവിടെ യഥാർത്ഥത്തിൽ ഈ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോകുന്ന സമയത്തുണ്ടായിരുന്ന കേജ്രിവാളിനോടുള്ളൊരു സഹതാപം ഉയർത്തിയെടുക്കാൻ ശ്രമിച്ചു. അത് ഒരു പരിധിവരെയൊക്കെ വിജയിക്കും. പക്ഷേ കേജ്രിവാൾ തിരികെ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആ സ്ഥിതിഗതിയെല്ലാം മാറി പറഞ്ഞു. ഈ മറ്റേ രാജ്യസഭാ MP, വനിതാ MP അവരെ മർദ്ദിച്ചു എന്ന് പറഞ്ഞു വരുന്നു. അങ്ങനെ ഓരോ വിഷയങ്ങളിലും ഈ കേജ്രിവാളിൻ്റെ ഇമേജ് താഴോട്ട് പോകുന്നതാണ്. പക്ഷെ അവിടെ ഒരു കാര്യം അത് മാത്രമല്ല അതിനകത്ത്, അല്ലെങ്കിൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയും ഉണ്ടാക്കിയ സഖ്യം അവിടെ ഫലവത്തായിട്ടില്ല എന്ന് മറ്റൊന്നും 2014-ലും 19-ലും 2014 ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം ഒരു 2 ലക്ഷത്തിൽ പരം ഭൂരിപക്ഷം 2-2.5 ലക്ഷത്തിൽ ഭൂരിപക്ഷം അവർക്ക് മിക്കവാറും എല്ലാ സീറ്റിലും തന്നെ ഉണ്ടായിരുന്നു. അത് 2019 ആയപ്പോഴത്തേക്കും അത് 3.5-5 മാറുകയായിരുന്നു ഡൽഹിയിൽ. അപ്പോൾ ഇത് മറിക്കണമെങ്കിൽ വല്ലാത്തൊരു കൂടിച്ചേരൽ ഉണ്ടാവണം. അതായത് കോൺഗ്രസിൻ്റെയും AAPയുടെയും കൂടി സീറ്റ് വോട്ടിംഗ് ശതമാനം നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 40ഓളം വരുന്നുള്ളൂ. BJPക്ക് 2019 16% മുകളിലായിരുന്നു BJP. ഈ 16% മറിക്കുക എന്ന് പറയുന്നത് അപ്രാപ്യമായിരുന്നു.
അതാണ് അവിടെ സംഭവിച്ചത്. ഇവർ കൂടി നിന്നിട്ട് പോലും സംഭവിക്കാത്ത ഇത് ഈ കരുതാ കൊണ്ടോന്ന് അറിയണം കേജ്രിവാളെന്ന്. അദ്ദേഹം പിന്നെ കഴിഞ്ഞ ദിവസം ജയിലിലേക്ക് മടങ്ങി പോകുന്ന ഇടയിൽ ലാസ്റ്റിൽ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നു അദ്ദേഹത്തോട് പിന്നെ എന്തായിരിക്കും 4-ാം തീയതി സംഭവിക്കാൻ പോകുന്നത് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിടവാങ്ങൽ ചടങ്ങായിരിക്കും എന്നാണ് പറഞ്ഞത്. ഏതാണ്ട് അത്രയ്ക്ക് കരുതാക്കില്ലെങ്കിലും ഏതാണ്ടൊക്കെ അതിന്റെ പ്രതീക്ഷിച്ച സീറ്റുകളിൽ എത്താൻ കഴിയില്ല. അത് കോൺഗ്രസ് മുന്നണിയും പിന്നെ ചിന്തിച്ചിരുന്ന കാര്യമല്ല വാസ്തവത്തിൽ. ഇനി അവർ പക്ഷേ മാറ്റി പറയുമെങ്കിൽ കൂടി കോൺഗ്രസ് 45 സീറ്റുകളിലാണ് ഇപ്പം അധികം ലീഡ് ചെയ്യുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ 45 സീറ്റുകൾ അധികം കയറുകയാണ്. അവിടെയും നമുക്ക് സഹായമായി പ്രാദേശികമായ ചില പാർട്ടികൾ പിന്നെ സഹായിച്ചിട്ടുണ്ട് ഉറപ്പായും. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ തമിഴ്നാട്ടിൽ ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ അനിവാര്യത അവർക്ക് മനസ്സിലായി. ഇനി എത്ര നാൾ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുകെട്ടി പോകുന്നുള്ളത് വേറെ കേസ്. പക്ഷേ എങ്കിൽ ഇപ്പോൾ അവിടെയും വിഷയങ്ങളുണ്ട്. ഇവർക്ക് ഈ ഒരു 8-10 പാർട്ടികളെ കൂടിയൊക്കെ ഒരുമിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ കോൺഗ്രസിന് വളരെ കൃത്യമായ മേധാവിത്വം സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ കോൺഗ്രസിന്റെ പിടിയിൽ അവർ നിൽക്കില്ല. അതാണ് ചരിത്രം. ആ ചരിത്രത്തിനൊടുവിലാണ് 2ാം UPA സർക്കാരിന്റെ പിന്നെ കാലത്ത് അഴിമതിയിലേക്ക് പോകുന്നത്. ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയായാലും ശരി, BJP എന്ന് പറയുന്ന പാർട്ടിയായാലും ശരി, മറ്റുള്ള പ്രാദേശിക പാർട്ടികൾക്ക് മേൽ വ്യക്തമായ അധീശം സ്ഥാപിക്കാൻ സീറ്റുകൾ വഴി മേധാവിത്വം സ്ഥാപിക്കാൻ കഴിയാത്ത പക്ഷം പ്രാദേശിക പാർട്ടികളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങും. ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യം. അവിടെയാണ് അഴിമതി കിളിർത്തു വരുന്നത്. അത് ഈ കോൺഗ്രസിൻ്റെ ഇപ്പോൾ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി മന്ത്രിസഭ ഉണ്ടാക്കിയാൽ ശരി, അതിന് BJP ഉണ്ടാക്കിയാലും BJPക്ക് ആണെങ്കിൽ ഒരു സാഹചര്യം വരുന്നിരിക്കട്ടെ, ഒറ്റയ്ക്ക് പിന്നെ കിട്ടിയില്ല, NDAയുടെ സഖ്യകക്ഷികളെ കൂടെ കൂട്ടേണ്ടി വരുന്നു. അപ്പോൾ അവിടെ വിലപേശത്തോടാം. അവിടെ BJP ഇപ്പോൾ കരുതി വെച്ചിരിക്കുന്ന കുറേ ബില്ലുണ്ടല്ലോ, അതൊക്കെ എടുത്ത് മേശക്കകത്ത് വെച്ച് പൂട്ടി വെച്ചിട്ട് മറ്റവൻ്റെ ഇഷ്ടത്തിന് വഴങ്ങി കൊടുക്കേണ്ടി വരും. ആ ഇംഗിതത്തിന് വഴങ്ങി കൊടുക്കുമ്പോഴാണ് വാസ്തവത്തിൽ ഈ അഴിമതിയും മറ്റു കാര്യങ്ങളും തലവെക്കുന്നത്. ഇത് എവിടെയായാലും സംഭവിക്കുന്നത്. കാരണം അപ്പോൾ ആര് ജയിച്ചാലും വ്യക്തമായ മേധാവിത്വം മുൻനിര പാർട്ടികൾക്ക്, ദേശീയ പാർട്ടികൾക്ക് ഉണ്ടായാൽ മാത്രമേ ഇന്ത്യയിലൊരു വ്യക്തമായ ഒരു ഭരണം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കൊണ്ടു നടക്കാൻ അവർക്കെങ്കിലും സാധ്യമാകും. ഇല്ലെങ്കിൽ ചാഞ്ചാട്ടമായിരിക്കും സ്ഥിതി. BJPയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അത് തന്നെയായിരുന്നു. ഒറ്റയ്ക്ക് അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം, വ്യക്തമായ ഭൂരിപക്ഷം ഇല്ല. 242 സീറ്റുകളിലാണ് നിലവിൽ ലീഡ് ചെയ്യുന്നത് BJP. അതെ, അങ്ങനെ ഒറ്റയ്ക്ക് വ്യക്തമായ ഭൂരിപക്ഷം അത് BJPക്കായാലും കോൺഗ്രസിനായാലും ഇല്ല എങ്കിൽ രാജ്യം വീണ്ടും പഴങ്കഥകളിലേക്കായിരിക്കും പോകുന്നത്. അത് അവിടെയാണ് ഇന്ത്യയുടെ ഉലച്ചിൽ വരുന്നത്. അത് ഒരു ഏതാനും മണിക്കൂറുകൾക്കകത്തും ഇപ്പൊ തന്നെ 4 മണിക്കൂറോളം കഴിഞ്ഞിരിക്കുന്നു, 5 മണിക്കൂറോളം ആവുന്നു. ഏതാണ്ടൊക്കെ ചിത്രം വ്യക്തമാണ്. ഏതാണ്ട് കുറേ അധികം മണ്ഡലങ്ങളിൽ 10,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് എപ്പോഴാണ് മാറി മറിയാം. അപ്പൊ അന്തിമ ഫലങ്ങൾ ഒരു മണിക്കൂറുകൾ ഉൾപ്പെടെയുള്ള ചില മണ്ഡലങ്ങളിൽ അത്തരത്തിൽ 1000 താഴെയൊക്കെ അങ്ങനെ മാറി മറിയുന്നുണ്ട്. കാറ്റ് മാറി വീശാം.